കേന്ദ്ര സർക്കാർ നിയോഗിച്ച എൻഡോസൾഫാൻ പഠന സമിതിയുടെ അധ്യക്ഷനായ ഡോക്ടർ സി.ഡി. മായിയെ നിയമിച്ചതിൽ വ്യാപകമായ പ്രതിഷേധമുയരുന്നു. നേരത്തെ എൻഡോസൾഫാന് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകിയ ആളാണ് കാർഷിക ഗവേഷണ കൗൺസിൽ മേധാവി കൂടിയായ ഡോക്ടർ മായി. അതേസമയം മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ.ഇ. ഗംഗാധരൻ വെള്ളിയാഴ്ച കാസർകോട്ടെ എൻഡോസൾഫാൻ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. എൻഡോസൾഫാൻ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പുതിയ സമിതിയുടെ തലപ്പത്ത് മുൻപൊരിക്കൽ ഇതേ വിഷയം പഠിച്ച് എൻഡോസൾഫാന് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകിയ ഡോക്ടർ മായിയാണുള്ളത്. കൃഷിശാസ്ത്ര ഗവേഷണ ബ്യൂറോയുടെയും കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെയും മേധാവിയായ ഡോക്ടർ സി.ഡി. മായിയെ അധ്യക്ഷനാക്കിയാണ് 6-അംഗ സമിതിക്ക് കേന്ദ്രമന്ത്രി ശരത് പവാർ കഴിഞ്ഞ ദിവസം രൂപം നൽകിയത്. ഇതിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. എന്നാൽ ദുബായ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ വിവാദമായപ്പോൾ ദുരിതബാധിത പ്രദേശം സന്ദർശിക്കുക പോലും ചെയ്യാതെ ഇതു സംബന്ധിച്ച് അന്തിമ വിധിയെഴുതിയ ആളാണ് ഡോക്ടർ മായി. എൻഡോസൾഫാൻ മൂലമുണ്ടായ ദുരന്തങ്ങൾ പഠിക്കണമെന്ന ആവശ്യം ശക്തമായതോടെ 2003 കേന്ദ്ര സർക്കാർ ഒ.പി. ദുബൈയെ അധ്യക്ഷനാക്കി കമ്മിറ്റിയെ നിയമിച്ചിരുന്നു. ദുരിതബാധിതരുടെ രക്തവും പ്രദേശത്തെ മണ്ണും വെള്ളവും പരിശോധിച്ച ദുബായ് കമ്മിറ്റി എൻഡോസൾഫാനെ കുറ്റവിമുക്തമാക്കുകയായിരുന്നു. ഇതിനെതിരെ പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് ദുബായ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഡോക്ടർ സി.ഡി. മായി ചെയർമാനായിട്ടാണ് അന്ന് പുനഃപരിശോധന കമ്മിറ്റി ഉണ്ടാക്കിയത്. ദുബായ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ ശരിയാണെന്നായിരുന്നു മായി കമ്മിറ്റിയുടെയും അഭിപ്രായം. ഇതിനിടെ പുതിയ സമിതിയുടെ തലവനായി മായിയെ തന്നെ നിയമിച്ചത് കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. ദുരിതബാധിതരെയും പ്രദേശവാസികളെയും ദുഃഖത്തിലാഴ്ത്തുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെന്ന് എൻഡോസൾഫാൻ വിരുദ്ധ സമിതി പറഞ്ഞു. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര സർക്കാർ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. മായി തന്നെ ചെയർമാനായി വീണ്ടും കേന്ദ്ര സമിതി എത്തുന്നതിനെതിരെ കാസർകോട്ട് പ്രതിഷേധ സമരങ്ങൾ ഉയരാനും ഇടയുണ്ട്. അതേസമയം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കെ.ഇ. ഗംഗാധരൻ വെള്ളിയാഴ്ച എൻഡോസൾഫാൻ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. എൻഡോസൾഫാൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് പഠിക്കാനും നിരീക്ഷിക്കാനുമായി കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നത് 3 സമിതികൾ. ഇതിനായി സർക്കാർ അനുവദിച്ചത് 30 ലക്ഷം രൂപയും. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പാണ് സമിതികളെ നിയോഗിച്ചത്. സമിതികളെ സംബന്ധിച്ച് ഏപ്രിൽ 9 ആദ്യ ഉത്തരവ് ഇറങ്ങിയെങ്കിലും ഇതിൽ മാറ്റം വരുത്തി. സെപ്റ്റംബറിലാണ് വീണ്ടും ഉത്തരവ് ഇറക്കിയിരുന്നത്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം, തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എന്നീ സമിതികളെയാണ് സർക്കാർ നിയോഗിച്ചത്. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി.എസ്. നായരുടെ മേൽനോട്ടത്തിലുള്ള സാങ്കേതിക സമിതിയുടെ ചെയർമാനായി സയൻസ് ആൻഡ് ടെക്നോളജി മെമ്പർ സെക്രട്ടറി ഡോക്ടർ അജയ്കുമാർ വർമ്മയും കൺവീനർ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഡോക്ടർ കമലാക്ഷൻ കൊക്കാലുമാണ് ഉണ്ടായിരുന്നത്. ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരുമായ ഡോക്ടർ പി.എസ്. വിജയൻ, ഡോക്ടർ എസ്. മുരളീധരൻ, ഡോക്ടർ സി. ജയകുമാർ, പ്രൊഫസർ എൻ. മോഹനൻ, ഡോക്ടർ പി. അജയകുമാർ, പുരുഷൻ ഏലൂർ, ഡോക്ടർ കെ. സുകന്യ, ഡോക്ടർ പി.എസ്. ഹരികുമാർ, എം. മാധവൻ നമ്പ്യാർ എന്നിവരാണ് സമിതിയിലുള്ളത്. ഓരോ സമിതിക്കായി 10 ലക്ഷം രൂപ വീതം അനുവദിച്ചതിന് പുറമെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ കാസർഗോഡ് പ്രവർത്തിക്കുന്ന എൻഡോസൾഫാൻ വിക്ടിമീസ് റിലീഫ് ആൻഡ് റെമിഡേഷൻ സെല്ലിലേക്കായി 15 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിലെ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ ജനിതക പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാങ്കേതിക സമിതി ഇതുവരെയായി 2 തവണ മാത്രമാണ് യോഗം ചേർന്നത്. സമിതികൾ ഓരോ വിഭാഗത്തെക്കുറിച്ച് വെവ്വേറെ റിപ്പോർട്ടുകളാണ് സർക്കാരിന് നൽകുന്നത്. ഇതിനായി ദുരിതബാധിത മേഖലയിൽ മണ്ണ്, വെള്ളം, ദുരിതബാധിതരുടെ രക്തം, മുലപ്പാൽ എന്നിവയടക്കം പരിശോധനയ്ക്ക് എടുത്തിരുന്നു. ഇവ കേരളത്തിനകത്തും പുറത്തുമുള്ള ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. എൻഡോസൾഫാൻ പൂർണ്ണമായി നിരോധിക്കണമെന്നും ദുരിതബാധിതർക്ക് മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കണമെന്നും കേരള യൂത്ത് ഫ്രണ്ട് എം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കീടനാശിനികളുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു.